Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു അപ്ഡേഷൻ ആണ് നമ്മൾ ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരുപാട് കുട്ടികൾ ഡിഗ്രി പാസ് ഔട്ടായി, അതുപോലെ തന്നെ +2 കഴിഞ്ഞു. സോ നെക്സ്റ്റ് ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ PG ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. സോ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട് ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ ഒക്കെ ആവും നെക്സ്റ്റ് ഇൻടേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി പുതിയ അഡ്മിഷൻസ് മുൻകൂട്ടി എടുക്കുകയാണ്. പ്രീ രജിസ്ട്രേഷൻ എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സസും മറ്റു കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ ജൂലൈ കഴിയും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് അവർ രജിസ്ട്രേഷൻ ഇപ്പം തന്നെ എടുത്തു തുടങ്ങുകയാണ്. അപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG എല്ലാ കോഴ്സസിനും ഓൺലൈനായിട്ട് അഡ്മിഷനും കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും, അതിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാം. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഓൺലൈനായിട്ട് തന്നെ നിങ്ങളുടെ എല്ലാ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും നമ്മൾ ചെയ്തു തരും കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ചില കോഴ്സസിന് നമ്മൾ കോച്ചിങ് കൊടുക്കില്ല, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ അഡ്മിഷൻ മാത്രമായിട്ട് എടുത്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അഡ്മിഷൻ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻ. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ 2026-27 പ്രീ രജിസ്ട്രേഷൻ നൗ ഓപ്പൺ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ടു വെബ്സൈറ്റ് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും അഡ്മിഷൻ്റെ. സോ ഇതാണ് അവർ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് കേട്ടോ. ഇതാ പ്രീ രജിസ്ട്രേഷൻ സാധാരണ ജൂലൈ മാസം ആവണം രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ടൈം ആവണമെങ്കിൽ. ബട്ട് ഇവർ ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ എന്താണ് ഏത് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യണം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികളുടെ റിക്വസ്റ്റ് ഒക്കെ വരുന്നതുകൊണ്ടാണ് നേരത്തെ തന്നെ ഇതൊക്കെ എടുക്കുന്നത്. So pre-registration for admission for the academic year 2026-27 has now started on the admission portal. ഓക്കെ, അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് താഴെ പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ആണിത്. ABC ID DBID ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ അവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റാഫ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പ്രോസ്പെക്ടസ്, അതിൻ്റെ യൂസർ മാനുവൽ ഡീറ്റെയിൽസ് ഒക്കെയാണ്. അത് ഞാൻ വീണ്ടും പറയുന്നില്ല. നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഫീയുടെ ഡീറ്റെയിൽസ്, ഏതൊക്കെ കോഴ്സസ് ആണ് അവൈലബിൾ ആകുന്നത്, അതാണ് നിങ്ങൾക്ക് മെയിനായിട്ട് അറിയേണ്ടത്. ബാക്കിയൊക്കെ ശരിക്കും പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീ ഡീറ്റെയിൽസ് വരുന്നത്. സോ നിങ്ങൾക്കറിയാം ഇപ്പോൾ 4 ഇയർ UG ആണ് മെയിനായിട്ട് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത്. UGയിൽ നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റും. 4ാമത്തെ വർഷം നിങ്ങൾ പഠിക്കുകയാണെങ്കിലുള്ള ഗുണം നിങ്ങൾക്ക് PG 1 വർഷം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ BCom 4 ഇയർ കോഴ്സ് ജോയിൻ ചെയ്തു, നിങ്ങൾ 3 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് മതി എങ്കിൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് മേടിച്ച് പോവാം. അതല്ലെങ്കിൽ 4 വർഷം പഠിക്കുന്ന ഒരു കുട്ടിക്ക് 1 വർഷം കൊണ്ട് MCom പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഗുണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് 4 ഇയേഴ്സ് ഇത് പഠിക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഫീ ഡീറ്റെയിൽസ് വരുന്നത്. നോക്കിക്കോളൂ. BA പ്രോഗ്രാമുകളുടെ ഡിഗ്രിയുടെ എല്ലാത്തിൻ്റെയും സെയിം ഫീയാണ്. 4530 രൂപയാണ് വരിക ഒരു സെമസ്റ്ററിന്. ഫസ്റ്റ് സെമസ്റ്ററിന് മാത്രം കേട്ടോ. സെക്കൻഡ് സെമസ്റ്റർ മുതൽ ചേഞ്ച് വരും. ഫസ്റ്റ് സെമസ്റ്ററിലാണ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 4530 പ്ലസ് അതിൻ്റെ പ്രോസസ്സിങ് ഫീസ് വരാം. BCom BBAക്ക് 5330 ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് BCAക്ക് 6330 ആണ് വരുന്നത്. പിന്നെ BSc എന്താണ് BSc ഡാറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സിന് 9670 ആണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇനി സെക്കൻഡ് സെമസ്റ്റർ മുതൽ വ്യത്യാസം വരും. സെക്കൻഡ് സെമസ്റ്റർ മുതൽ ഈ ഡിഗ്രി പ്രോഗ്രാമുകളുടെ ഒക്കെ ഫീ എന്ന് പറയുന്നത് 2860 റുപ്പീസ് മാത്രമേ വരാം. എന്ന് വെച്ചാൽ 3000 രൂപയുടെ അടുത്ത്. ഫസ്റ്റ് സെമസ്റ്റർ അഡ്മിഷൻ എടുക്കുമ്പോഴാണ് ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് വരുള്ളൂ. ഓക്കെ, ഈ 4530 കൂടെ ഒരു 500 റുപ്പീസ് അഡീഷണൽ അങ്ങോട്ട് അതിന് പ്രോസസ്സിങ് ആയിട്ട് വരും. സോ ദാറ്റ്സ് ഓൾ. ഇനി MCOമിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കുന്ന സമയത്ത് MCom MAക്കൊക്കെ 5270 റുപ്പീസാണ് ഫസ്റ്റ് സെമസ്റ്റർ അഡ്മിഷൻ എടുക്കുമ്പോൾ വരാം. പ്ലസ് പ്രോസസ്സിങ് ഫീ ഒരു 500 റുപ്പീസ്.
സെക്കൻഡ് സെമസ്റ്റർ മുതൽ 3500 റുപ്പീസ് മാത്രമേ വരുള്ളൂ. MBAക്കും MCAക്കും നിങ്ങൾ അഡ്മിഷൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എൻട്രൻസ് എഴുതണം. എൻട്രൻസിൻ്റെ സമയത്ത് എൻട്രൻസ് വിളിക്കുന്ന സമയത്ത് അത് അപ്ലൈ ചെയ്ത് ആ കൂടി ടോട്ടൽ യൂണിവേഴ്സിറ്റിയിൽ 100 സീറ്റുള്ളൂ, റിസർവേഷനും ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പോൾ എൻട്രൻസ് ക്രാക്ക് ചെയ്ത കുട്ടികൾക്ക് മാത്രമേ അത് പോകാൻ പറ്റുള്ളൂ. അതിന് ഒരു സെമസ്റ്ററിന് 11,170 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ MBA MCA കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. ഓക്കെ, അപ്പോൾ MBA MCA കോഴ്സസിന് എൻട്രൻസ് ക്രാക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത് അഡ്മിഷൻ വന്നാൽ മതി. അല്ലാത്ത കേസസിലാണ് നമുക്ക് എൻട്രൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ അഡ്മിഷൻ എടുത്ത് തരാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് ഫീ ഡീറ്റെയിൽസ് വരുന്നത്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളുടെ ക്ലാസ്സസും മറ്റു കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ അക്കാഡമിക് ഇയർ ജൂലൈ ആവണം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ സാധാരണ ജൂലൈയിലാണ് അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ വിളിക്കാറ്. പക്ഷേ ഇപ്പോൾ +2 കഴിഞ്ഞ റിസൾട്ട് വന്നു, ഡിഗ്രി കഴിഞ്ഞ കുട്ടികളുടെ റിസൾട്ട് വന്നു. അപ്പോൾ അഡ്മിഷൻ ഓൾറെഡി എന്ത് ചെയ്യുന്നു, അവർ തുടങ്ങി വയ്ക്കുകയാണ് ആ ലാസ്റ്റ് ടൈമിലോട്ട്. അപ്പോൾ ഒരു ഹറി വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളാണെങ്കിലും കമൻറ്റ് ചെയ്യാതെയുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രീ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണെന്നുള്ളത്. നിങ്ങൾക്ക് ഏത് കോഴ്സാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കോച്ചിങ് കൊടുക്കുന്നത് BCom BBA അതുപോലെ തന്നെ MCom MBA ഇതിനൊക്കെയാണ്. BA കോഴ്സസ് സെലക്റ്റീവ് ആയിട്ടുള്ള ചില കോഴ്സസിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ അതിൻ്റെ കൂടെ തന്നെ അതിന് അസൈൻമെൻറ്റ് സപ്പോർട്ടും അവൈലബിൾ ആണ്, പ്രൊജക്ട് സപ്പോർട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.